ഇതുവരെ ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് ഒരു റോളും ക്യാരക്ടറൊക്കെയാണ്. അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ വെച്ചോട്ടേയും ചോദിച്ചു, ഞാൻ വെച്ചോളാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. സെലിബ്രിറ്റി ഷോയിൽ മഞ്ചേച്ചിയും ഒരു പടം കണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റെസ്പോൺസ് ഒക്കെ ഉണ്ടാവും. മഞ്ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഇത് കണ്ടതിനകത്ത് പറയുന്നത്. നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ മഞ്ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ്. അതെ അതെ അതെ. എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴോ ടീസർ കണ്ടപ്പോഴോ ഈവൻ സോങ്സ് കണ്ടപ്പോഴൊക്കെ എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, എന്തായാലും നാളെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരിട്ട് ചോദിക്കാം. അതേപോലെ ഇപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് റീ ഇൻട്രൊഡ്യൂസിങ് ഭാവന. അപ്പൊ നമ്മളൊരു കഥ, ഒരു ഡയറക്ടർ ഒരു പ്രൊഡ്യൂസർ വന്നൊരു കഥ കൺവിൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ടൈറ്റിലാണ് ഭാവനയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡ് വന്നൊരു കാര്യം എന്തായിരുന്നു? നമ്മളിപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ ഒരു ഐഡിയ ചോദിച്ചത്. അതിന് എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് ഒരു റോളും ക്യാരക്ടറൊക്കെയാണ്. അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ വെച്ചോട്ടേയും ചോദിച്ചു, ഞാൻ വെച്ചോളാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അവരിപ്പം നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ, ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളുണ്ടാവും. അപ്പം ഓരോ എക്സ്പെരിമെൻറ്റ്, ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അപ്പം മലയാള സിനിമ ഇപ്പോൾ പുതിയ സിനിമകൾ ഇപ്പം ഇനി മസ്കിക്ഷ പറഞ്ഞ് ഇറങ്ങാൻ പോകുന്നു. അങ്ങനെ വേറൊരു ലെവൽ എക്സ്പെരിമെൻ്റൽ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയൊരു സിനിമ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ എക്സ്പെരിമെൻ്റ് സിനിമകൾ വരുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്നൊരു പുതിയ സാധനം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് എന്നാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അത് അന്നത്തെ ആ ഫിലിം അങ്ങനെ നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സ്പെരിമെൻ്റൽ മൂവീസ് എപ്പോഴും വെൽക്കം ചെയ്യുന്ന വളരെ ഇവോൾവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. അപ്പോൾ അവർ അതൊന്ന് കണ്ടാൽ മതി. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ ശരിയാണ്, എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് സിനിമ കാണാൻ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എങ്കിലും അതൊരു നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു പുതിയതാണെങ്കിലും എക്സ്പെരിമെൻ്റ് ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കണ്ടു നോക്കാനുള്ള ഒരു ഓഡിയൻസ് നമുക്കുള്ള ഒരു ഉറപ്പിൻ്റെ മേലെയാണല്ലോ നമ്മൾ ഈ പടങ്ങൾ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അത്. അതേപോലെ മലയാളികൾ എല്ലാ ടൈപ്പ് സിനിമകൾ കാണുന്ന, എൻജോയ് ചെയ്യുന്ന, ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ എന്ന് പറയുന്നത്. അപ്പം സൈഫൈ സിനിമകൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഹോളിവുഡ്, ബോളിവുഡ് സിനിമകളാക്കി നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. മലയാളത്തിൽ ഇപ്പോൾ അതിപ്പോൾ കൂടുതൽ എക്സ്പെരിമെൻ്റ് ആയി എന്താ പറയുക ഇച്ചിരി പരിചയപ്പെടുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ആളുകൾ ജഡ്ജ്മെൻറ്റിലാവും, എത്രത്തോളം കണക്റ്റഡ് ആവും എന്നൊരു തോട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ആലോചിച്ച് നമുക്ക് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് ചെയ്യാനേ പറ്റില്ല. കാരണം എൻഡ് ഓഫ് ദി ഡേ നമുക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചെയ്യുക. ബാക്കി നമ്മുടെ ടീമിനെല്ലാം കൺവിൻസിങ് ആണ്. പിന്നെ അത് അപ്പം നമ്മൾ അധികം അതിൽ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാൻ നിന്നാൽ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു സൈഫൈ മൂവി നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സൈഫൈ എലമെന്റ് ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് എടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് ഞെട്ടിച്ചു അല്ലെങ്കിൽ ക്ലൈമാക്സ് പൊളിയായിരുന്നു എന്നുള്ളൊരു റിവ്യൂ വരുന്നത്. അപ്പോൾ അതിന് ഐ തിങ്ക് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഡയറക്ടർ.